قال لا تخافا إنني معكما أسمع وأرى. بسم الله الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഖുർആൻ പഠന പരമ്പര ക്ലാസ് ജബർ നടത്തി വരുന്നതിൽ 51-ാമത്തെ പാർട്ടിലെ ചില കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹം ഏതൊക്കെ രീതിയിലാണ് കളവ് പറയുന്നത് എന്നും തീരെ സത്യസന്ധത എന്നുള്ളത് തൊട്ടടുത്ത് കൂടെ തന്നെ പോയിട്ടില്ല എന്നുള്ളതുമൊക്കെ നമ്മൾ പല പ്രാവശ്യം തെളിയിച്ചിട്ടുണ്ട്. ഇതും അതിൻ്റെ മറ്റൊരു തെളിവ് കൂടിയാണിത്. എന്തായാലും അദ്ദേഹം പറയുന്നത് എന്താണെന്ന് കേൾക്കാം, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കിടക്കാം. ഒത്തിരിയുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഒരു ഹദീസ് മാത്രം ഇവിടെ മുഫസ്സിറുകളൊക്കെ ഉദ്ധരിച്ച് കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് മാത്രം പറയാം. യാസീൻ ഓതിക്കഴിഞ്ഞാൽ ഒരു ദിവസം ഒരാൾ ചെയ്ത മുഴുവൻ പാപവും അതോടുകൂടി പൊറുക്കും. ഇങ്ങനെ ഒരു ഹദീസുണ്ട്. അപ്പോൾ ഒരാൾ നേരം വെളുത്ത് വൈകുന്നേരമോളം കുറേ പാപങ്ങൾ ചെയ്തു. അയാൾ കക്കാൻ പോയി, പോക്കറ്റ് അടിക്കാൻ പോയി, ബലാത്സംഗം ചെയ്യാൻ പോയി, ഒരാളെ കൊന്നു. ഇതെല്ലാം ചെയ്തിട്ട് രാത്രി വന്നിട്ട് ഒരു യാസീൻ ഓതി കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നേരം വെളുക്കുമ്പോഴേക്ക് അയാളുടെ ആ പാപങ്ങൾ മുഴുവൻ കഴുകിക്കളഞ്ഞു. പിറ്റേന്ന് വീണ്ടും അയാൾക്ക് ഈ പണിക്ക് പോകാം. ആ രീതിയിലൊക്കെ പറഞ്ഞു വെച്ച ഹദീസുകളുണ്ട് നമ്മുടെ നാട്ടിൽ. ഒന്നാമതായിട്ട് ഇദ്ദേഹം ഈ പറഞ്ഞ ഈ ഹദീസ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഹദീസ് ദുർബലമായ, അതായത് സനദ് പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ ലൈഫായ ഹദീസാണത്. പിന്നെ ഇദ്ദേഹം പറഞ്ഞത് ഒരുപാട് മുഫസ്സിറുകൾ ഉദ്ധരിച്ചു എന്നുള്ളത്. ഏത് മുഫസ്സിറാണ് ഉദ്ധരിച്ചത്, ഏത് തഫ്സീറിലാണ് ഉദ്ധരിച്ചത് എന്ന് ഇദ്ദേഹം പറയുന്നില്ല. എൻ്റെ ശ്രദ്ധയിൽ അങ്ങനെ പെട്ടിട്ടില്ല. കാരണം ഞാൻ ഒരുപാട് തഫ്സീറുകൾ നോക്കി ഇദ്ദേഹം പറഞ്ഞതിന് ശേഷം, പക്ഷെ അവിടെയൊന്നും കാണാൻ കഴിയുന്നില്ല. മലയാളത്തിലുള്ള 2 തഫ്സീറായിട്ടുള്ള അമാനിയുടെ തഫ്സീറും അതേപോലെ മഹദൂദിയുടെ തഫ്സീറും, അതേപോലെ ഇനി ഇംഗ്ലീഷിലാണെങ്കിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ പേരിലുള്ള തൻവീർ മിഖ്ബാസ് എന്ന അദ്ദേഹത്തിൻ്റെ തഫ്സീർ, ജലാലൈനി, അതേപോലെ ഇബ്നു കസീറിൻ്റെ തഫ്സീർ, ഇമാം റാസിയുടേത്, അങ്ങനെ വരുന്ന തഫ്സീറുകളിലൊന്നും ഇദ്ദേഹം ഈ പറഞ്ഞ ഹദീസ് അവിടെ കൊണ്ടുവന്നതായിട്ട് കാണുന്നില്ല. പിന്നെ ഇദ്ദേഹത്തിന് ഇത് ഏത് മുഫസ്സിർ പറഞ്ഞതാണ് എന്ന് അല്ലാഹു ആലം, എന്തോ ആവട്ടെ. ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇദ്ദേഹം പറയുന്ന പോലെയാണോ സംഭവം? അല്ല. കാരണം ആ ഹദീസ് ഏത് തഫ്സീറിലാണ് ഉദ്ധരിച്ചത് എന്ന് ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഈ കളവുകളൊക്കെ പിടികൂടും. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ റെഫറൻസ് തരാതെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പോയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരാൾ രാവിലെ മുതൽ ചെയ്ത എല്ലാ പാപങ്ങളും അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമെന്ന് രീതിയിലുള്ള ഹദീസുകളൊന്നും ഇല്ല. കാരണം ഈ പറഞ്ഞ വലിയ വൻ പാപങ്ങൾ, ഇദ്ദേഹം പറഞ്ഞ കൊലപാതകം, അതുപോലെ ഒരാളെ പീഡിപ്പിക്കുക, അതേപോലെയുള്ള കളവ്, വഞ്ചന, അങ്ങനെയുള്ളതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. ഇങ്ങനെ ഒരു ഖുർആനിലെ യാസീൻ ഓതി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞതായിട്ട് ആധികാരികമായിട്ട് ഇദ്ദേഹത്തിന് ഉദ്ധരിക്കാൻ കഴിയുന്ന ഹദീസുകളൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം. എന്നാൽ ഹദീസാണെങ്കിൽ ഹദീസിൻ്റെ നമ്പറെങ്കിലും പറയണ്ടേ, അതും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ കളവ് പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം പിന്നെ ഇനി ഖുർആനിലെ സൂറത്ത് യാസീൻ ഓതി കഴിഞ്ഞാൽ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നുള്ളത് ചിലപ്പം കണ്ടിട്ടുണ്ടാവും. ചിലപ്പം അങ്ങനെയാണെങ്കിൽ തന്നെ ഈ പറഞ്ഞ പാപങ്ങളല്ലാതെ അത് സ്വന്തത്തോട് തന്നെ അതിക്രമം കാണിക്കുകയും എന്നിട്ട് അതിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും എന്ന് തൗബ ചെയ്ത് കഴിഞ്ഞാൽ ഏത് പാപവും പുറത്തു കൊടുക്കും. അത് വേറെ, അത് പിന്നീട് ആ തെറ്റിലേക്ക് മടങ്ങാതിരിക്കുകയും ചെയ്യണം എന്നുള്ളത് ആണ്. പക്ഷെ ഐഹികമായിക്കൊണ്ടുള്ള ശിക്ഷകൾ, ഈ പറഞ്ഞ കളവ്, കൊലപാതകം, ഇതിനുള്ളതൊക്കെ ശിക്ഷകൾ കിട്ടും അദ്ദേഹത്തിന്. അത് പാപമോചനം പശ്ചാത്തപിച്ചത് കൊണ്ടും അതിൽ നിന്ന് രക്ഷപ്പെടില്ല. അതേ സ്ഥാനത്ത് പരലോകത്തുള്ള ശിക്ഷ ഒഴിവായി കിട്ടും. അത് അള്ളാഹു ഉദ്ദേശിച്ചാൽ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കും, അത് വേറെ. അതേ സ്ഥാനത്ത് ഈ പറഞ്ഞ ചെറിയ ചെറിയ
ചില പാപങ്ങൾ സ്വന്തത്തോട് തന്നെ ഇപ്പോൾ അന്യ സ്ത്രീകളെ നോക്കാൻ പാടില്ല, അവരെ തുറിച്ചു നോക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവരുടെ ശരീര ഭംഗി ആസ്വദിക്കാൻ പാടില്ല. അങ്ങനെ വരുന്ന ഒരുപാട് ചെറിയ തെറ്റുകളുണ്ട്. അങ്ങനെ വരുന്ന തൻ്റെ എന്താ പറയുക പൈശാചികമായിട്ട് തോന്നുന്ന ചില തെറ്റുകൾ അദ്ദേഹം വിചാരിച്ചിട്ടായിരിക്കില്ല ചിലപ്പം ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ വിചാരിച്ചുകൊണ്ട് ചെയ്ത് എന്ന് വിചാരിക്കാം. എന്നാൽ തന്നെ ഇത് വേറെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. പക്ഷെ തനിക്കതൊരു പാപമായിട്ടാണ് വന്നു ഭവിക്കുക, ഒരു തിന്മയായിട്ട് രേഖപ്പെടുത്തും. അങ്ങനെയുള്ള തിന്മകൾ അള്ളാഹു പുറത്തു കൊടുക്കും എന്നുള്ള രീതിയിലായിരിക്കാം ചിലപ്പം ഹദീസ് ഉണ്ടാവുക തന്നെ, അങ്ങനെ ആണെങ്കിൽ തന്നെ. അപ്പോൾ അതിനെയൊക്കെ എടുത്തു കൊണ്ടുവന്നിട്ടാണ് ഇദ്ദേഹം എന്ത് തെറ്റ് ചെയ്താലും കുഴപ്പമില്ല, ഇത് കുളവും കൊലപാതകവും ഒക്കെ ചെയ്തിട്ട് ഇയാൾക്ക് എന്ത് ചെയ്യുക, നേരെ യാസിനും മതി ഒറ്റക്കിടത്തും, രാവിലെ ആകുമ്പോഴേക്കും എന്തായി ഒക്കെ പുറത്തിട്ടി. ഇങ്ങനെ ഒരു ഹദീസ് ഒരിക്കലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത് ഒന്നെങ്കിൽ ഇദ്ദേഹം ഇത് തെളിയിച്ച് കൊണ്ടുവരണം. ഈ തൊള്ളപടായി പറയാതെ ഒരു ആധികാരികമായിട്ടുള്ള ഒരു ചർച്ച നടത്തുമ്പോൾ അതിനൊരു റെഫറൻസ് ഒക്കെ മുന്നോട്ട് വെക്കട്ടെ. അത് ഇദ്ദേഹം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇനി ഇദ്ദേഹത്തിന് വക്രീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഇയാൾ എന്ത് ചെയ്യും, അത് കാണിച്ചു കൊണ്ടിട്ട് പറയും. ഇതാ ഇബ്നു ഗസീറിൽ ഇതാ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ജലാലിയനയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അസ്ബാബുൻ നുസൂൽ വാഹിദിയുടെ തഫ്സീറിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, വാഖിദിയുടെ തഫ്സീറിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ സ്ക്രീനിലൊക്കെ കാണിക്കാറുണ്ട്. പക്ഷേ ഇദ്ദേഹം കാണിക്കുന്നില്ല. കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താവും, കറക്റ്റായിട്ട് ഈ ഹദീസിൻ്റെ ആധികാരികത അവർ തന്നെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണമായിട്ട് എല്ലാ പാപങ്ങളും പൊറുക്കും എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത് എന്നും ആ മുഫസ്സിർ തന്നെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവാം. ഞാൻ കണ്ടിട്ടില്ല, ഇയാൾ പറഞ്ഞതുകൊണ്ട് പറയാണ്. അങ്ങനെ ആണെങ്കിൽ തന്നെ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം അത് ഒന്നെങ്കിൽ ഇദ്ദേഹം ഹദീസ് കാണിച്ചു തരണം, അല്ലെങ്കിൽ ഏതാണ് തഫ്സീർ എന്നെങ്കിലും പറയേണ്ടതുണ്ട്. കാരണം സൂറത്ത് യാസീനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും എടുക്കാതെ ഇങ്ങനെ ലഹീഫായിട്ട് വന്ന ഏതെങ്കിലും കാര്യങ്ങൾ എടുത്തു കൊണ്ടുവന്നിട്ട് ഖുർആനെയും മുസ്ലിങ്ങളെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വിമർശിക്കുക എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെയും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അനുയായികളുടെയും സ്ഥിരം കലാപരിപാടിയായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നവർ. എന്തായാലും അവർ അവരുടെ കലാപരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. അപ്പം ഇതാണ് ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. പിന്നെ പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ളത് എന്താ വെച്ചാൽ, മനുഷ്യരായതുകൊണ്ട് തന്നെ പല ചെറിയ തെറ്റുകുറ്റങ്ങളും അവന് സംഭവിച്ചു പോകും. അത് ഇതുപോലെ തന്നെ പല സൂറത്തുകളും ഒക്കെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അത് ഓതിക്കഴിഞ്ഞാൽ അവന് പുറത്ത് കിട്ടും. അത് അവൻ്റെ സ്വയമേ അവന് ഒരു എന്താ പറയുക, അതൊരു അപകടമുണ്ടാക്കുകയും എന്നാൽ മറ്റുള്ളവർക്കൊന്നും അതൊരു അപകടമോ അല്ലെങ്കിൽ വേറെ ഒരു പ്രശ്നമോ ഒന്നും ഉണ്ടാക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള പാപങ്ങളും തെറ്റുകളുമാണ്. ഇപ്പോൾ അതിനെക്കുറിച്ചാണ് പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞത്. അല്ലാതെ നാട്ടുകാർക്കോ അല്ലെങ്കിൽ വേറെ ആർക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള തെറ്റുകളൊന്നും അള്ളാഹു പുറത്തു കൊടുക്കില്ല. കാരണം ഇപ്പോൾ ഒരാൾ വഞ്ചിക്കുകയാണെങ്കിൽ ആ വഞ്ചിക്കപ്പെട്ട ആൾ ഇയാൾക്ക് ഒന്നുകിൽ പുറത്തു കൊടുക്കണം, അയാൾ അല്ലെങ്കിൽ ക്ഷമിച്ചു കൊടുക്കണം. അതല്ലാതെ പക്ഷം അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനുള്ള ശിക്ഷ അല്ലെങ്കിൽ അയാൾ പുറത്തു കൊടുക്കുന്ന വരെയുള്ള ശിക്ഷ ഇയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. ഒരാളെ കൊന്നു കഴിഞ്ഞാലുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും കൊന്നതിനുള്ള ശിക്ഷ അവന് കിട്ടും. അപ്പം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളെ കൊന്നു പോയ ആളുകൾക്കൊക്കെ ഒരുപാട് ശിക്ഷകൾ കിട്ടും. അത് വേറെ തന്നെ വിഷയമാണ്. അതേ സ്ഥാനത്ത് അറിവുകേട് നിമിത്തം ഒരാൾ തിന്മ ചെയ്യുകയും എന്നിട്ട് ഇത് തെറ്റാണ് എന്നറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പശ്ചാത്തപിക്കുകയും ഇനി ഈ മേലാൽ ഈ തെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ആ തെറ്റിലേക്ക് പോവാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ആ തെറ്റുകൾ അവന് പുറത്തു കൊടുക്കും. അതേ സ്ഥാനത്ത് ഇവിടെ അതിനുള്ള ശിക്ഷ ഭൗതികമായിട്ടുള്ള ഇസ്ലാമിക കോടതിയാണെങ്കിൽ ഇപ്പോൾ ഒരാളെ കൊന്നു, അബദ്ധത്തിലായിരിക്കാം അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടായിരിക്കാം. അതേ അങ്ങനെ അയാളെ പിടിക്കപ്പെട്ടു, അയാൾക്കുള്ള വധശിക്ഷയാണ് പിന്നീട് ഉണ്ടാവുക. ഇയാൾ ആ മരണത്തിന് മുമ്പ് തന്നെ അയാൾ ആ ചെയ്തു പോയ തെറ്റിൽ പശ്ചാത്തപിക്കുകയും
ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് അള്ളാഹു ഉദ്ദേശിച്ചാൽ അയാൾക്ക് പുറത്തു കൊടുക്കും. അതേ സ്ഥാനത്ത് ഇയാൾ പശ്ചാത്തപിച്ചിട്ടൊന്നുമില്ല, ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത് എന്നുള്ള ആ ഒരു ഇതിൽ തന്നെ കഴിഞ്ഞാൽ ഇവിടെ മാത്രമല്ല പരലോകത്തും ആൾക്ക് ശിക്ഷ കിട്ടും. ഇയാളൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇപ്പോഴും ഈ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയും ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ദൃഷ്ടാന്തങ്ങൾ ഖുർആനിൽ ഉണ്ടായിട്ടും എന്നിട്ടും കളവുകൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള ഖുർആൻ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും വസ്വാസ് ഉണ്ടാക്കുകയും ഒക്കെയാണ് ഇദ്ദേഹത്തെ പോലുള്ള പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എമുക്കള എന്നാണ് ഇവർ തന്നെ വിശേഷിപ്പിക്കുന്നത്. ജബ്രകളും എമുക്കളും എന്നൊക്കെ തന്നെയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ശരി എന്നുള്ളത് കാലത്തിനനുസരിച്ചാണ്. ഇവർക്ക് ഇന്ന് ശരി എന്നുള്ളത് നാളെ തെറ്റാവും, ഇന്ന് തെറ്റ് എന്നുള്ളത് നാളെ ശരിയാവും. അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ. എന്തായാലും ഞാൻ നിർത്തുകയാണ്. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.